Good morning, dears. All of you mark your attendance. Please mark your attendance. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് ചെയ്തോ? അക്ഷരങ്ങൾ നന്നായി പഠിച്ചോ? ഇപ്പൊ പഠിക്കാൻ അറിയാത്തവരാരൊക്കെ ഉണ്ട്? മിസ്സിനോട് സത്യസന്ധമായി പറഞ്ഞു. അക്ഷരങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള് ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ചിഹ്നങ്ങളും അറിഞ്ഞാലേ കൂട്ടക്ഷരങ്ങളും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അല്ലെ? നമുക്ക് ഇപ്പൊ തന്നെ കുറച്ച് വലിയ വാക്യങ്ങളായി അല്ലെ? ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അക്ഷരങ്ങൾ പഠിക്കേണ്ടതുണ്ട് നന്നായിട്ട്. അപ്പൊ നമുക്കിന്ന് നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? നന്നായി പഠിച്ചു എല്ലാവരും? ഇപ്പം ബൈഹാർട്ടായിട്ട് അറിയോ എല്ലാവർക്കും? യെസ് പറയാൻ ആർക്കും ധൈര്യമില്ല? ഓക്കെ, കുറെ പേരുണ്ട് അല്ലേ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അറിയുന്നവരൊന്ന് കൈപൊക്കിയേ. എനിക്ക് ശരിക്കും അറിയില്ല. ആർക്കാ ശരിക്കും അറിയാത്തേ? ഫാത്തിമ കേമിന് ശരിക്കും അറിയില്ല. നെക്സ്റ്റ് വേറെ ആർക്കാ ശരിക്കും അറിയാത്തേ? ചില്ലക്ഷരങ്ങള് അല്ലല്ലല്ല, ചില്ലക്ഷരങ്ങൾ ഏതാ മലയാളത്തില്? 5 ചില്ലക്ഷരങ്ങളാണുള്ളത് മലയാളത്തിൽ. ഏതൊക്കെയാണ്? ഏതാ ചില്ലക്ഷരങ്ങള്? ഒന്ന് എഴുതി കാണിച്ചങ്ങൾ തന്നെ. ചില്ലക്ഷരങ്ങൾ മിസ് ഇവിടെ എഴുതാ. ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം റാ, താ ഇതൊക്കെ പഠിക്കുമ്പോ നമ്മൾ ഇത് കഴിഞ്ഞാടും പഠിച്ചതാണ് ചില്ലക്ഷരങ്ങള്. ഞാൻ എഴുതിയിട്ട് ഇതാ മുകളിലോട്ടാക്കിയാ മതി. ഇനിയോ നാ എഴുതിയിട്ട് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഏതാ? ഇതാണ് ചില്ലക്ഷരങ്ങൾ കേട്ടോ. കാഴ്ചയിട്ടാത്ത കൂട്ടക്ഷരങ്ങളാണ്. ഇതേതാ? ചില്ലക്ഷരങ്ങൾ അല്ലെ? ആദ്യത്തെ റാ എഴുതി മുകളിലോട്ടാക്കി, താ എഴുതി മുകളിലോട്ടാക്കി, ഞാ എഴുതി മുകളിലോട്ട്, നാ എഴുതി മുകളിലോട്ട് അല്ലെ? ഓക്കെ, ഇതാണ് ചില്ലക്ഷരങ്ങൾ. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടാവോ ആർക്കെങ്കിലും? ഏതാ ചില്ലക്ഷരങ്ങള്? കഴിച്ചായിട്ടാത്ത അതാണോ? അല്ല അല്ലേ? ഇതാണ് ചില്ലക്ഷരങ്ങൾ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? എഴുതിയെടുത്തോ എല്ലാവരും ചില്ലക്ഷരങ്ങൾ ഏതാണെന്ന്? അപ്പൊ മേലെ ഹെഡിങ് ചെയ്തു ചില്ലക്ഷരങ്ങള്. ഇയാണ് എവിടെ എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ 5 എണ്ണാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ. അപ്പൊ അക്ഷരമാല എന്ന് പറയുമ്പോ മലയാളത്തില് അക്ഷരമാല എന്ന് പറയുമ്പോ ഏതൊക്കെ ചേരണമെന്നറിയോ നിങ്ങൾക്ക്? ലിസൺ, പ്ലീസ് ലിസൺ. ഏതൊക്കെയാ? സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, ചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങള്, അനുസ്വാരം, വിസർഗം. ഇത്രയും ചേർന്നാൽ മാത്രമേ അക്ഷരമാല പൂർണ്ണമാവൂ. അല്ലെ? നമുക്ക് ഇംഗ്ലീഷിലുണ്ട് ഒരുപാട്. ഏതൊക്കെ? ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, വവൽസ് ഉണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലുണ്ട് അല്ലെ? അപ്പോ മലയാളം അക്ഷരമാലകൾ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെ ഇതൊക്കെ പഠിക്കണം? ഏതൊക്കെ? സ്വരാക്ഷരങ്ങള്, സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, ചില്ലക്ഷരങ്ങള്, ചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങള്, അനുസ്വാരം, വിസർഗം. അപ്പൊ എന്താണ് ഈ അനുസ്വാരവും വിസർഗവും? മക്കൾക്ക് അറിയോ? ഞാൻ പലതവണയായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അനുസ്വാരം, വിസർഗം ഒന്ന് എഴുതി കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏതാണ് ഈ അനുസ്വാരം? അറിയോ? ഓർമ്മയുണ്ടോ? അനുസ്വാരം, വിസർഗം ഏതാണെന്ന് അറിയോ മക്കൾക്ക്? ഇല്ല. അപ്പൊ അനുസ്വാരം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മള് സ്വരാക്ഷരങ്ങൾ എഴുതുമ്പം ആ എഴുതി ലാസ്റ്റ് തൊട്ട് മുന്നിലത്തെ അക്ഷരത്തിൽ ഏത് എഴുതുക? നമ്മള് ഏതാണ് ലാസ്റ്റ് വൺ എഴുതുക? എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട് അല്ലേ? ആ എഴുതി നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു പൂജ ഇടാറുണ്ട്.
ഇതെന്താണെന്ന് അറിയോ? ഈ പൂജ്യം വെരി ഗുഡ്. ഇത് മാത്രാണ് ഏത് അനുസ്വാരം എന്ന് പറയുന്നത് അല്ലെ, ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ദുഃഖം, മരം, തരം, വരം എന്നൊക്കെ എഴുതുമ്പോ ലാസ്റ്റ് എന്താ ഉണ്ടാവുക? ഈ അനുസ്വാരം ഉണ്ടാവും അല്ലെ, എന്ന സൗണ്ടോട് കൂടി അവസാനിക്കുന്നത്. നമ്മളിപ്പോ ഇത് എഴുതുമ്പോ ആ എഴുതിയിട്ട് ഇതാ ഇടുന്നത് അല്ലെ, അപ്പോ ഇതിനെയാണ് എന്ത് പറയുക? അനുസ്വാരം. വിസർഗം എന്ന് പറഞ്ഞ ഏതാ മക്കളെ? നമ്മൾ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, സാധാരണഗതിയിൽ വരെ നമുക്ക് എഴുതി കാണിക്കാറുള്ളൂ. നമ്മൾ എന്ന് പറഞ്ഞ ഒരു അക്ഷരം കൂടെ സ്വരാക്ഷരങ്ങളിൽ ഇങ്ങനെയും കൂടെ എഴുതാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇതാ ഇങ്ങനെ ഇടുന്നത്. ഇതിനെയാണ് വിസർഗം എന്ന് പറയുക അല്ലെ. ഈ രണ്ട് കുത്ത്. ഇപ്പൊ ദുഃഖം, ഈ രണ്ട് സാധനത്തിനെയാണ് കേട്ടോ. അപ്പൊ ദുഃഖം എന്ന് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതും? കണ്ടോ? ഇതിപ്പോ ദുഃഖം എന്ന് എഴുതുമ്പോ നമ്മള് സ്വാഭാവികമായി ഇങ്ങനെ എഴുതാറ്. കണ്ടോ? ദു എഴുതിയിട്ട് രണ്ട് കുഞ്ഞു കുത്തിടും അല്ലെ, കുഞ്ഞു പൂജ ഇടും, ചെറുത്ത് അല്ലെ. ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ദുഃഖം എന്ന് എഴുതുന്നത്. ഇതിനെയാണ് വിസർഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ അനുസ്വാരവും വിസർഗവും കൂടി വരണം, എന്നാലേ അക്ഷരമാല പൂർണ്ണമാവും അല്ലെ. അപ്പൊ ഇതാണ് അനുസ്വാര. അപ്പൊ അനുസ്വാരം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പൂജ്യം, രണ്ടെണ്ണം ഇടുന്നത് വിസർഗം അല്ലെ. അപ്പോ തരം, വരം, മരം എന്നെല്ലാം വരുന്ന എന്ന ഉച്ചാരണത്തോടുകൂടി അവസാനിക്കുന്നുണ്ട് അല്ലെ, അതിനാണ് അനുസ്വാരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ചില്ലക്ഷരങ്ങൾ ഇതാണ് ഇൽ, ഇൻ, ഇൻ, ഇൾ. നെക്സ്റ്റ് കൂട്ടക്ഷരങ്ങളോ? ഏതൊക്കെയാ മക്കളെ കൂട്ടക്ഷരങ്ങള്? കുറെ ഉണ്ട് അല്ലെ കൂട്ടക്ഷരങ്ങള്. ഏതൊക്കെയാണ്? നമ്മുടെ അക്ഷരമാലയില് സ്വരാക്ഷരങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയില്ലേ? അറിയാത്തവരുണ്ടോ? ഫാത്തിമ കേമന് വ്യഞ്ജനാക്ഷരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വരാക്ഷരങ്ങൾ അറിയാലോ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഇറ്, എ, ഐ, ഒ, ഔ, അ. ഇതാണ് സ്വരാക്ഷരങ്ങൾ. അറിയാത്തവരുണ്ടോ? ഉണ്ടോ? നാണക്കേടുന്നല്ല. ഇല്ല, അറിയില്ലെങ്കിൽ അറിയില്ല. നമ്മുടെ മഹിമ ഇവിടെ കീർത്തിക്ക് അറിയാൻ സാധ്യതയില്ല അല്ലേ? കീർത്തിക്ക് അറിയില്ല. കാരണം എന്തുകൊണ്ടാ? അവള് അറിയാത്തോണ്ടാണ് കേട്ടോ നമ്മുടെ ഭാഷ. ബിയോണക്ക് അറിയോ? ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം അല്ലേ? സ്വരാക്ഷരം എന്താ ഡാനിയലേ? കീർത്തി എന്നോട് പറയുമ്പോ അവർക്ക് കീർത്തിക്ക് ഇംഗ്ലീഷ് അറിയാം. അതെ, മലയാളം സംസാരിക്കാൻ അറിയാം അല്ലെ, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? പറയുമ്പോ മലയാളം അറിയാം. ഇന്ന് കീർത്തി കയറിയിട്ടുണ്ടോ? കീർത്തി കുട്ടി ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ? കീർത്തി എന്നോട് പറഞ്ഞു എനിക്ക് അറിയില്ല മിസ് ചെയ്യുന്നു അല്ലേ? നമുക്ക് പഠിക്കട്ടെ കീർത്തി. നമ്മുടെ അക്ഷരദീപം ബുക്കിലത്തെ അക്ഷരങ്ങളാണ് ആദ്യം എഴുതി പഠിക്കണം കേട്ടോ. കീർത്തി എഴുതണേ. ഓക്കെ. അതെ അല്ലേ? ഓക്കെ, വെരി ഇല്ലാതുകൊണ്ട് ഇപ്പം ക്ലാസ്സിൽ കയറി. അപ്പോ സ്വരാക്ഷരങ്ങള് മിസ് ഇവിടെ എഴുതണോ? ഇനി സ്വരാക്ഷരങ്ങൾ എഴുതണോ? എഴുതണോ സ്വരാക്ഷരങ്ങൾ ഇവിടെ? ഓക്കെ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. എല്ലാവരും സ്ലേറ്റ് എടുത്തേ. അല്ല, സ്ലേറ്റ് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും റഫ് ബുക്കോ എടുത്തേ. നമ്മളിപ്പോ എഴുതുന്നത് നിങ്ങൾ എഴുതിയെടുക്ക്, എന്നിട്ട് കുറേ തവണ അത് എഴുതും മക്കളെ, എന്നാലേ പഠിക്കും. അപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതാം. അത് ആരാണ്? ഞാനാണോ ഫസ്റ്റ്, നിങ്ങളാണോ? നോക്കട്ടെ, എഴുതി കഴിയുക. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ എഴുതാൻ തുടങ്ങി. നമുക്ക് കുറേയേറെ പഠിക്കാനുണ്ട്, പക്ഷെ ഈ അക്ഷരങ്ങൾ പഠിക്കാൻ മുമ്പോട്ട് പോയിട്ട് എന്ത് കാര്യമാണ്? ബിയോണ ഇവിടെ എഴുതണ്ട കേട്ടോ, നിന്റെ സ്ലേറ്റിൽ എഴുതിയാ അടി ഞാൻ ചെയ്തു അവിടെ.
ഊ. എല്ലാവരും എഴുതി, എല്ലാവർക്കും അറിയുന്നവർക്കും എഴുതുന്നത് നല്ലതാണ് പഠിക്കാൻ, ഓർക്കാൻ. നിങ്ങൾ ഇടക്കിടക്ക് അക്ഷരങ്ങളിൽ എഴുതണം കേട്ടോ മക്കളെ, എന്നാലേ മറന്നുപോകാതെ. ഇറ്, നെക്സ്റ്റ് ഐ. കീർത്തി എഴുതിയെടുക്കണേ. ഓ, എനിക്ക് കുറെ പേര് തന്നില്ല. ഓ, ഒന്ന് ഔ. I am finished with വെരി ഗുഡ്. finish. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആയി അല്ലേ? മിസ്സിനെ തോൽപ്പിച്ചു എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. ഞാൻ തോറ്റുപോയി മത്സരത്തിൽ. ഇതാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത കുട്ടികള് ഇത് എഴുതിയെടുത്തിട്ട് കുറെ തവണ നമ്മുടെ ആ 2 ലൈൻ ബുക്കിൽ എഴുതുക. നല്ല നീറ്റായിട്ട് 2 ലൈനിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ എഴുതാം അല്ലേ? ഇതാ അവിടെ ജൂഡ് ഇങ്ങോട്ട് നോക്കിയിട്ട് കളിയാക്കാണ്. എന്താ അറിയാ, ജൂഡല്ല, നമ്മളെ ഡിയോൺ. ഡിയോൺ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ LKG സ്റ്റുഡന്റ് അല്ലേ? ഈ അക്ഷരങ്ങൾ പഠിച്ചു. അവരെന്തൊക്കെ പഠിച്ചു, അവർക്ക് ബൈഹാർട്ടായി ഇപ്പൊ ഇത് ഉണ്ട്. അവരിതാ ജിയേനെ കളിയാക്കുകയാണ്. ഡിയോൺ വന്നിട്ട് എന്താ ചേച്ചി ഇത് പഠിക്കുന്നത്രയോ അല്ലേ? അപ്പോ ആ ഈ ഉ ഊ ഇറ് എ ഐ ഓ ഔ അം അ. എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയെടുത്തിട്ട് ഇത് കുറെ തവണ ഒരു പേജിൽ മാത്രം എഴുതിയാൽ പോരാ, കുറെ അധികം. അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, കുറെ തവണ എഴുതി പഠിക്കുക. ഓക്കെ, ഇത് വായിച്ചു കഴിഞ്ഞോട്ടെ, മിസ് ക്ലിയർ ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ചില്ലക്ഷരങ്ങളാണ് എഴുതിയത്. നെക്സ്റ്റ് ഇപ്പൊ സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അനുസ്വാരം ഏതാണെന്ന്, വിസർഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ സ്റ്റാർട്ടിംഗ് ലെറ്റർ. അല്ലേ? ഇത്രയാണ് ഇക്ഷരത്തിനെ നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് എന്താലോചിക്കണമെന്നറിയോ? ക ച ട ത പ. അതിന്റെ ഫ്രണ്ടിലില്ലേ ലെറ്റേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താന്ന് ഓർഡർ കിട്ടും അല്ലെ? തെറ്റാതെ. ഇപ്പൊ കാ കഴിഞ്ഞിട്ട് ടാ എഴുതുന്നവരുണ്ട്. കക്ക കഴിഞ്ഞിട്ട് ടാറ്റ ടാട്ടണായി. അത് മാറിക്കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെറ്റർ മിസ് എഴുതി കാണിച്ചു തരാം. അപ്പോ കാ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് എഴുതുന്നത്, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. ക ഖ. നെക്സ്റ്റ് ക കരടി, ഖ നഖം, ഗ ഗദ. ഓർക്കാൻ വേണ്ടിയാണ് മിസ് ഇത് പറയുന്നത്. ഖ ഘടികാരം, ങ മാങ്ങ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ നെക്സ്റ്റ് വൺ ഏതാണ് ഓർഡർ പറയുമ്പോ? കാ ചായാണ് അല്ലേ? കാ കഴിച്ച. അപ്പൊ ച ച. എല്ലാരും അറിയാത്ത കുട്ടികൾ നിർബന്ധമായി എഴുതിയെടുത്തിട്ട് നിങ്ങൾ കുറെ പ്രാവശ്യം എഴുതണം. നൈലക്കുട്ടി എന്താ എഴുതാത്തേ? നമുക്കറിയോ? എന്നാലും എഴുതിക്കോ, പഠിക്കോ കേട്ടോ. എഴുതിയിട്ട് ഇങ്ങനെ വളക്കുന്നത് ചോ ഞ. നെക്സ്റ്റ് തായാണ് പഠിക്കേണ്ടത്. അപ്പൊ കാ ച ട ത. ഇത് ഓർക്കാൻ വേണ്ടിയാണ് മിസ് ഫസ്റ്റ് ലെറ്റർ പറഞ്ഞത്. ത ഠ ഡ ഠ
ന. ഇനി നെക്സ്റ്റ് ത. ത, ഥ, ദ, ധ, ന. നെക്സ്റ്റ് പ, ച, ട, ത, പ. അല്ലെ? ഓർക്കാൻ വേണ്ടി അത് നിങ്ങൾ പഠിച്ചോ. ഇതിന്റെ ഫ്രണ്ട് ലെറ്റേഴ്സ് ഉണ്ടാവും. ആദ്യത്തെ പ. കീർത്തി നോക്കി എഴുതിയിട്ട് മോളെ എനിക്ക് കുറെ പ്രാവശ്യം എഴുതണേ. ഫാത്തിമ കയം പന, ഫലം, ബലൂൺ, ഭരണി, മ. മരം. ഓക്കെ. അപ്പൊ പ, ഫ, ബ, ഫ, മ. നെക്സ്റ്റ് യ. ഫിനിഷായോ? വെരി ഗുഡ്. പറഞ്ഞോണ്ട് എഴുതിയേ ആൻഡ് റൈറ്റ്. ഓക്കെ. ഇത് ഓർഡർ പ്രകാരം എല്ലാം ഉണ്ടോ നോക്കണേ. ഞാൻ ഒറ്റ ലൈനിൽ എഴുതുന്ന എനിക്ക് അവിടെ സ്ഥലമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ലൈനിൽ തന്നെ എഴുതാം. ലാസ്റ്റ് വൺ റ. ഓക്കെ. അപ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. കരടി, നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ മാങ്ങ, ച ചക്ക, ഛത്രം, ഛ ഛത്രം, ജ ജനൽ, ഛ ഛഷം, ഞ ഞണ്ട്, ട കുട, ഠ പീഠം, ഡ ഗരുഡൻ, ഡ ഠക്ക, ണ വീണ, ത തത്ത, ഠ രഥം, ദ ദന്തം, ഠ ധനുസ്, ന നരി, പ പന, ഫ ഫലം, ബ ബലൂൺ, ഹ ഭരണി, മ മരം, യ മുയൽ, ര കുതിര, ല വല, വ വലയെന്ന് പറയാണെങ്കിൽ, ശ ശലഭം, ഷ ഷഡ്പദം, സ സർപ്പം, ഹ സിംഹം, ള തവള, ഴ മഴ, റ പാറ, പറ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അക്ഷരങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. എന്നിട്ട് കണ്ടോ നിങ്ങളെ മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് എഴുതാം. ഈ ഫസ്റ്റ് വണ്ണാ ഞാൻ പറഞ്ഞത്. ക മുതൽ ക, ച, ട, ത, പ. ഇത്രയും കാര്യങ്ങൾ ഓർത്താല് നിങ്ങൾക്ക് ഇതിന്റെ ഓർഡർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചില കുട്ടികളെ കന്യാ ക്ലാസ്സില് റെഗുലർ ക്ലാസ്സിൽ വന്ന സമയത്ത് വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാക്ക കാക്ക കഴിഞ്ഞിട്ട് ടാറ്റ ടാറ്റ എഴുതിയ കുട്ടികളുണ്ട്. പിന്നെയാണ് ചാച്ച ചച്ചന എഴുതുന്നത്. അപ്പൊ കവർഗങ്ങൾ കഴിഞ്ഞാൽ ചവർഗങ്ങളാണ്. ഇത് കവർഗങ്ങള് ഇങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് ഇത് ചവർഗങ്ങൾ, ച എന്ന അക്ഷരത്തിന്റെ അല്ലെ ചവ. നെക്സ്റ്റ് ടവർഗം. ഇങ്ങനെ ഓരോന്നിനും ഓരോ വർഗ പേരുണ്ട് അല്ലെ. ടവർഗം, പവർഗം. അപ്പോ ഇങ്ങനെ ഓർത്താൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ അടുത്തത് ഇതാണ് എന്ന് ഓർക്കാം. ക, ച, ട, ത, പ. ഓർത്ത് വെക്കാം അല്ലെ. അപ്പോ ഇതിനെയാണ് കവർഗം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഖരം, അധിഖരം, ഘോഷ് എങ്ങനെയുണ്ട് കേട്ടോ. ഇത് ഖരം, അധിഖരം, മൃദു, ഘോഷി, അനുനാസികം അങ്ങനെയാണ് പറയുന്നത്. ഇതിപ്പം മിസ് ഓർഡറിലല്ല എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. ഈ താഴോട്ടിലെ ക, ച, ട, ത, പ ആണ് ഖരങ്ങൾ. ഖരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇവിടെ ഖ, ച, ട, ത, പ. ഇതെന്താ? അധിഖരങ്ങളാണ്. നെക്സ്റ്റ് ഇത് ഗ, ജ, ഡ, ദ, ഠ. ഇതെന്നാ? ഇങ്ങനെ മെല്ലനെ പറഞ്ഞത് മൃദുവാണ്. മൃദുവായിട്ട് നമ്മള് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ്? മൃദുവാണ് അല്ലെ. നെക്സ്റ്റ് ഇത് ഘോഷി. എന്താണ്? ഖ. നെക്സ്റ്റ് ഛ, ഠ,
ക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് അത് കോശി. ഇതോ നമ്മ അനുനാസികങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അനുനാസികള്? നമ്മുടെ മൂക്കിലൂടെയാണ് അത് പറഞ്ഞത്. നമ്മ അല്ലെ, നമ്മുടെ സൗണ്ട് ഇങ്ങനെ മൂക്കിലേക്ക് കൂടിയാണ് അതിന്റെ സൗണ്ട് ഉച്ചാരണം വരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് വണില്ലേ ഇതെന്തുകളാ? എന്താണ്? അനുനാസികങ്ങൾ. അവിടെ ജോവിനും ജോയിനും എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഈ ലാസ്റ്റ് വൺ മിസ് ഓർഡറിലല്ല ഇത് ഇങ്ങനെ ഒരേ ലൈനിലുണ്ടാവും. ഇത് അനുനാസികങ്ങളാണ്. അപ്പോ ഖരം, അധികരം, കോശി അധികരം, മൃദു, കോശി, അനുനാസികം, ഇങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയാണ് ഇതില് പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് പിന്നെന്താ നമുക്ക് ഏതാണ്? ഇത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. നെക്സ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇനി കൂട്ടക്ഷരങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്. അപ്പൊ ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളും പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് ഇത് സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, പിന്നെന്താ പറഞ്ഞ നമ്മളിപ്പോ ചില്ലക്ഷരങ്ങള്, വിസർഗം, അനുസ്വാരം, ഇത്രയും ചേർന്നാൽ മാത്രമാണ് മലയാള അക്ഷരമാല പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിക്കാൻ പറ്റൂ അല്ലേ. അപ്പൊ അക്ഷരങ്ങളെ തറവായി പഠിക്കുക മക്കള്, നല്ല പോലെ പഠിക്കണം. ഓക്കെ ആണോ? യെസ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ഇന്ന് പോയി ഇത് നല്ല പോലെ എഴുതി പഠിക്കില്ലേ? പഠിക്കുവോ മക്കളെ? യെസ്. അറിയുന്ന കുട്ടികൾ നന്നായി എഴുതി പഠിച്ചാൽ നല്ലതേ വരും കേട്ടോ, പഠിക്കാൻ പറ്റും നന്നായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഓർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കൂട്ടക്ഷരമുണ്ട്, ചിഹ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ ക എന്ന അക്ഷരത്തിന്റെ കൂട്ടക്ഷരം ഏതാ? ഓക്കെ, വെരി ഗുഡ്. ഇക്ക അല്ലെ. ഇക്ക. ക ഇക്ക, ക ച ട ത പ എന്നുള്ളതിന്റെ ക ഇക്ക, ച ഇച്ച, ത ഇട്ട, ത ഇട്ട, പ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക ച ട ത പ, അതായത് ഖരങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ കിട്ടിയില്ലേ? എന്താ? ഇക്ക, ഇച്ച, ഇട്ട, ഇട്ട, ഇപ്പ അല്ലെ. എന്ത് ചെയ്യുന്നത്? ക ഇക്ക. നിങ്ങൾക്ക് എഴുതാൻ അറിയോ കൂട്ടക്ഷരം? ഇക്ക എഴുതാൻ അറിയോ? എഴുതാൻ അറിയുന്ന കുട്ടികളൊക്കെ എഴുതിയ മക്കളെ ഓർത്തൂടെ ഇടക്കിടക്ക് നമുക്ക്. ഓക്കെ മക്കളെ, നന്നായി പഠിക്കണം. മിസ് അതിനു വേണ്ടിയാണ് ഈ ഒരു പീരീഡ് കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഒന്ന് കൂട്ടക്ഷരങ്ങൾ എഴുതാം. ഓക്കെ, ഇത് മിസ് എല്ലാവരും എഴുതിയെടുത്തല്ലേ? ഇത് ക്ലിയർ ചെയ്തോട്ടെ. യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇത് എഴുതിയെടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് വീട്ടിൽ നിന്ന് എഴുതി പഠിക്കണം അക്ഷരങ്ങൾ. ഡാനിയലെ പെൻസിൽ പഠിക്കുന്നുണ്ടോ അവിടെ? ഓക്കെ, നെക്സ്റ്റ് അപ്പൊ കായിടത് നോക്കാം, നമുക്ക് എഴുതി നോക്കാം. ഇക്ക എങ്ങനെ എഴുതും നോക്കിയേ? കൂട്ടക്ഷരം ഇക്ക അല്ലേ. ഇതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ചായടത്, ചായ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അടിയിലൊരു അല്ലേ, ഇച്ച. നെക്സ്റ്റ് ടായാണ്, കാച്ച ടാപ്പ അല്ലെ. ടായാണ്, കാച്ച ടാ താപ്പ. അപ്പൊ നമ്മൾ പിന്നീട് ഇപ്പൊ എന്താ ഇരുന്ന ഖരങ്ങളില് കാച്ച ടായാണ് ഇത്. അപ്പൊ ടായുടേത് ഇട്ട. എങ്ങനെയാ? ടാ എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടി. നെക്സ്റ്റ് തായാണ്. ഡാനിയൽ നീ എഴുതുന്നില്ലേടാ? ഓക്കെ, വെരി ഗുഡ്. ഇനി പ. ഓക്കെ, പ ഇപ്പ. അടിയിലൊരു പായും കൂടെ വേണം അല്ലേ. അടിയിലൊരു കാണുന്നില്ലേ മക്കളെ? ഈ ലാസ്റ്റ് വൺ കാണുന്നില്ലേ ദീക്ഷിതേ? കാണുന്നുണ്ടോ മോനെ ദീക്ഷിതേ? യെസ്. അപ്പൊ ഇക്ക, ഇച്ച, ഇട്ട, ഇട്ട, ഇപ്പ. കാച്ച ട ത പ എന്നുള്ളതിന്റെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് ഉള്ളത് ങ, ഞ, ണ, ന, മ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഏതായി പറയുന്നത്?
നമ്മൾ അനുനാസികം എന്ന് പറഞ്ഞ ങ ഞ ണ ന മ ക ഖ ഗ ഘ ങ എന്നുള്ളതിന്റെ ലാസ്റ്റ് ലെറ്റർ ച ച ച ച ര ഞ അങ്ങനെയുള്ള ലാസ്റ്റ് ലെറ്റർ ഇപ്പൊ ഞാൻ പറയുന്നത് അതിൻ്റെത് ങ ങയുടേത് ങ എങ്ങനെ എഴുതും ങ നെക്സ്റ്റ് ഞ അല്ലെ ച ച ച ച ഞ അല്ലേ അപ്പൊ ഞ ഇഞ്ഞ അപ്പൊ ആദ്യത്തെ ങ നെക്സ്റ്റ് ഇഞ്ഞ അപ്പൊ ങ എക്സാമ്പിൾ ഏതാ ഇങ്ങ വെച്ചൊരു പദം പറഞ്ഞേ തേങ്ങ ഇനി ഇഞ്ഞ എന്നുള്ളത് മഞ്ഞൾ മഞ്ഞ അല്ലേ മഞ്ഞ് ഓക്കെ നെക്സ്റ്റ് ഇനി ഇണ്ണ ടാറ്റ ഡാറ്റ നായാണ് ലാസ്റ്റ് ലെറ്റർ അതിൻ്റെത് ഇണ്ണ ഇണ്ണ എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു നായും കൂടെ എഴുതണം ഇണ്ണ നെക്സ്റ്റ് ന ഇന്ന ഇന്ന അല്ലേ ന ഇനി മായാണ് എഴുതേണ്ടത് അല്ലേ നമുക്ക് മാ ഉമ്മ അമ്മ ഇനി ഇന്നാന്നില്ലയോ പന്നി കുന്ന് ഇതൊക്കെ എഴുതുമ്പോ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത് ഇത് അല്ലെ ഇന്നായോ മണ്ണ് കണ്ണ് ഓക്കെ അപ്പൊ ഏതിന്റെയാ മനസ്സിലായില്ലേ ങ ഞ ന ന മ എന്നുള്ളതിന്റെയാണ് ഇപ്പൊ എഴുതിയത് ങ ഇങ്ങ ഞ ഇഞ്ഞ ന ഇന്ന ന ഇന്ന മ നെക്സ്റ്റ് വരുന്ന എന്താ ഇനി യാ ഉണ്ടല്ലേ താഴെ യ ഇയ യായുടെ ഇയ എങ്ങനെ എഴുതുവോ നിങ്ങള് നോക്കിയേ പയ്യെ പയ്യെ എന്നൊക്കെ എഴുതുമ്പോ നമ്മൾ ഈ യായാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇനിയോ യാ ഇല്ല പിന്നെയോ ല ഇല്ല ല വ ഉവ്വ ഇഷ രണ്ട് ഷായാണ് വരുവേ അല്ല നിങ്ങൾക്ക് അറിയാലോ ഇനിയോ പിന്നെന്ത് വരും വ ഉവ്വ നെക്സ്റ്റ് എന്ത് വരും മക്കളെ അടുത്തത് ഷ അറിയാം ഷ അടിയിൽ ഷ കേട്ടോ ഷായാണെങ്കിലും സ ഇപ്പൊ ഷായാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ വരുവേ ഷായാണെങ്കിൽ എങ്ങനെയാ ഷ രണ്ട് ഷ ഓക്കെ സ ഓക്കെ ലാ ഇല്ല മനസ്സിലായിട്ടേ ഇഷ്ടമാണോ അറിയാലോ ഒരേ സായനിൽ എഴുതി വെക്കണ്ടേ ഇനി ഇങ്ക ഇനി ഇഞ്ച നമ്മൾ ഒരിക്കല് ഏതാണ് നമ്മുടെ ബുക്ക് തന്നെ ഉണ്ട് പേജ് നമ്പർ എത്രയാ നമ്മള് ഫസ്റ്റിലാണ് അല്ലെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ബുക്ക് ഉണ്ടോ മക്കളെ അതിൽ ഒരുപാട് കൂട്ടക്ഷരങ്ങളുണ്ട് ഒരു പേജില് കുറെ കൂട്ടക്ഷരങ്ങളുണ്ട് സിംഹം നല്ലൊരു ആ പാഠം കഴിഞ്ഞ പാടും പിന്നെ എന്താ പറയാ ബുക്ക് എന്റെ കയ്യിൽ എന്താണ് കാട്ടിലെ രാജാവാണ് സിംഹം ആ പാഠം കഴിഞ്ഞ പാടുണ്ട് അല്ലേ നമുക്ക് കൊറേ ഉണ്ട് ഓ ഇനി എന്താ പന്ത് ഒരുപാടുണ്ട് ഇന്ദിരാഗാന്ധിജി കഴിഞ്ഞ പ്രാവശ്യത്തെ പുസ്തകല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ബുക്കില് ഇന്ന് കൂട്ടക്ഷരങ്ങൾ കുറേ ഉണ്ട് നമുക്ക് മലയാളത്തിൽ കൂട്ടക്ഷരങ്ങൾ കുറേ ഉണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു പേജിലുണ്ട് ഓർമ്മയുണ്ടോ മക്കൾക്ക് പഠിച്ചത് അപ്പൊ ഇത്രയും അത്യാവശ്യം നമ്മൾ ആദ്യം പഠിക്കേണ്ട കൂട്ടക്ഷരങ്ങളാണ് ഇണ്ട ഇണ്ട ഇമ്പ ഇവിടെ എഴുതാൻ മുഴുവൻ ഉണ്ടാവും ഓക്കെ
പിന്നെ ഗാന്ധിജി എന്നൊക്കെയുള്ള ആ ഇന്ത വരും കേട്ടോ. ഓക്കെ, അപ്പൊ കൊറേ ഉണ്ട്. അപ്പൊ ഇത് ക, ഇച്ച, ഇട്ട, ഇട്ട, ഇപ്പ, ഇങ്ങ, ഇഞ്ഞ, ഇന്ന, ഇന്ന, ഉമ്മ, ഇയ, ഇല്ല, ഉവ്വ, ഇശ, ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇണ്ട ഉണ്ട് അല്ലെ, ഇണ്ട, ഇണ്ട, ഉമ്പ. ഓക്കെ, വെണ്ട. ഓക്കെ, ഇന്ന് ഇണ്ട. ബിയോണ എഴുതിയോ? ബിയോണ ആരോടായി ചിരിക്കുന്ന ബിയോണ? ഓക്കെ, ഇത്രയും എഴുതിയെടുത്തോ മക്കള്? സമയം കഴിയാറായിടാ. അപ്പൊ നമ്മൾ ഇന്ന് അക്ഷരമാലകളാണ് പഠിച്ചത് അല്ലേ? അക്ഷരമാല എന്തൊക്കെ? സ്വരാക്ഷരങ്ങള് പറഞ്ഞു തന്ന്. നെക്സ്റ്റ് കൂട്ടക്ഷരങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഈ ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? ചിഹ്നങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, എന്നാലും ഒന്നുകൂടി നമുക്കത് ചിഹ്നങ്ങൾ കൂടെ പറയാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ അറിയോ? എങ്ങനെ ചിഹ്നങ്ങൾ എഴുതുക? നമ്മൾ കാ വെച്ചിട്ട് എങ്ങനെ എഴുതുക? ഓരോന്നും എഴുതുക. കാ, കാ, കി, കീ, അങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, സമയം കഴിയാറായി മക്കളെ, 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങളൂടി ഒന്ന് പറയാം. ജസ്റ്റ് നിങ്ങൾ ഓർക്കുന്നതല്ലേ ഇടക്കിടക്ക്. അപ്പൊ നിങ്ങൾ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അത് കുറെ തവണ എഴുതി എഴുതി പഠിക്കണം. ഓക്കെ അല്ലേ? പഠിക്കൂലേ? അറിയുന്ന കുട്ടികളും പഠിച്ചോ കേട്ടോ. നന്നായി പഠിക്കുക, എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിഹ്നങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ 14ാമത്തെ ലെസൺ ചക്കപ്പെരുമ എന്നാണ്. ചക്കേനെ കുറിച്ച് നിങ്ങൾക്ക് ഒക്കെ അറിയാം അല്ലെ? ഒരുപാട് കാര്യങ്ങള്. അപ്പൊ ചക്കപ്പെരുമ എന്ന ആ ഒരു ലെസൺ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. നമുക്ക് 14ാമത്തെ ലെസണേ ആവുള്ളൂ അല്ലെ? നമുക്ക് ലെസൺസ് ഒരുപാടുണ്ട്. ഇത്രേ ഇതുവരെ ഉണ്ട്. ടോട്ടൽ ലെസൺ അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും?